രാവിലെ അതുപോലെ എന്നത്തേലും മുട്ട അടപ്പയിട്ടിട്ടുണ്ട്. കണ്ടോ, കുക്കറിൽ വെള്ളക്കടല വെച്ചേക്കുക കറി വയ്ക്കാൻ. അതിനെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. പിന്നെ ചപ്പാത്തിയുണ്ട്. ചപ്പാത്തി ഇന്നലെ വൈകിട്ടത്തേക്ക് വെച്ച് ഉണ്ടാക്കി വെച്ചതാണേ, കഴിച്ചില്ല. അപ്പം അത് കഴിയുമ്പോൾ ഈ തട്ടി ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി എടുത്ത് ഇതിനകത്ത് വയ്ക്കണം. അപ്പോൾ ആവിയിൽ വെന്തോളും. ചപ്പാത്തി വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അടിയിൽ മുട്ട കിടപ്പുണ്ട്. ഇപ്പോൾ ചപ്പാത്തി കഴിഞ്ഞ് മണ്ടയ്ക്ക് എടുത്തിട്ട് കൊടുക്കും. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കടലക്കറിക്കുള്ളത് ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. കടുക് വറുത്ത് ജീരകവും കടുവും ചെറിയ ജീരകവും കടുവും എല്ലാം കൂടി ഇട്ട് കടുക് വറുത്ത് ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും സവോളയും എല്ലാം കൂടി ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കും. കറിവേപ്പില നമ്മുടെ ചപ്പാത്തി ആവി കയറ്റി കണ്ടോ. അപ്പം എല്ലാവരും തലേന്ന് വെച്ച ചപ്പാത്തി രാവിലെ എടുത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ പാനെ വെച്ച് ചൂടാക്കണ്ട, ഓവനിൽ വെച്ച് ചൂടാക്കണ്ട, ഇഡലി പാത്രത്തിനകത്ത് വെച്ചിട്ട് ആവി കയറ്റി എടുത്താൽ മതി. ഓക്കെ. ചപ്പാത്തി എടുത്ത് വയ്ക്കാം. നമുക്ക് മുട്ട പൊളിച്ചതിനകത്ത് വയ്ക്കണം. അപ്പോൾ ചപ്പാത്തി മുട്ടയും കൂടെ നമ്മൾ വെച്ചു. ഇനി നമുക്ക് കടലക്കറി വയ്ക്കണം കേട്ടോ. അപ്പോൾ അത് അടച്ച് വയ്ക്കും. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കടലക്കറി ഉണ്ട്. ഇത് വെള്ളക്കടലയാണേ, കണ്ട. അപ്പോൾ ഇത് നമുക്ക് ടിഫിൻ ബാഗിനകത്ത് കൊണ്ട് വെക്കാം. ഓക്കേ. അപ്പോൾ രാവിലെ ഇന്ന് ചപ്പാത്തിയും കടലക്കറിയുമാണ്. എന്താ അപ്പോൾ ഓക്കെ, നമുക്ക് ടിഫിൻ ബാഗിനകത്ത് കൊണ്ടുവയ്ക്കാം. ഓക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട, രാവിലത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. ഓക്കെ, ബായ്. അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ. ലൈവ് വരുന്നതായിരിക്കും ഇപ്പോൾ കേട്ടോ. ഒരു 15-20 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ലൈവ് വരും. ഓക്കെ, എല്ലാവരും വരണേ. ഓക്കെ, ബായ്.